നമസ്തേ പ്രിയമിത്രങ്ങളെ. തിരുവോണം, അവിട്ടം, ചതയം എന്നീ നാളുകൾക്ക് 2026 എപ്രകാരമായിരിക്കും? എന്തൊക്കെ ഗുണങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്? എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള മാർഗ തടസ്സങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എങ്കിൽ അവയ്ക്കുള്ള പരിഹാരം എന്താണ്? ഇത്യാദി കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അന്വേഷിക്കുന്നത്. ഇതിനാദ്യം നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് തിരുവോണ നാളിനെ പറ്റിയാണ്. തിരുവോണ നക്ഷത്ര ജാതർക്ക് ജൂൺ വരെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ജോലിപരമായ മാർഗ തടസ്സങ്ങൾ, അതിലൂടെ മനഃശാന്തിയുടെ അഭാവം, സാമ്പത്തികമായ ഞെരുക്കം, സ്വസ്ഥത ഇല്ലായ്മ, കലുഷിതമായ കുടുംബ അന്തരീക്ഷം, രോഗസാധ്യത ഇവയാണ് ആദ്യ 6 മാസങ്ങളിൽ എത്തപ്പെടാൻ സാധ്യതയുള്ളതായി കാണപ്പെടുന്നത്. എന്നാൽ ജൂൺ മാസം കഴിയുന്നതോടുകൂടി കാര്യങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്നും കാണപ്പെടുന്നു. ജോലിയിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയാതെയും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും തീരുമാനിച്ചിരുന്നതും നടത്തേണ്ടതുമായുള്ള മംഗളകർമ്മങ്ങൾ നടത്താൻ കഴിയാതെ വരികയും മാനസിക സംഘർഷം അനുഭവിക്കാനുള്ള സാധ്യതയും തുടക്കത്തിൽ കാണപ്പെടുന്നു. എങ്കിലും ജൂൺ മാസം കഴിയുന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ആവോളം ലഭിക്കാനുള്ള സാധ്യത കാണപ്പെടുകയും ചെയ്യും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളോടുകൂടി കർമ്മത്തിൽ അല്പം തെളിമ കാണപ്പെടുകയും മംഗളകർമ്മങ്ങൾ നടത്തുവാനും കടബാധ്യത തീർക്കുവാനും കച്ചവടത്തിൽ നിന്ന്, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് ലാഭം നേടുവാനുമുള്ള അവസരം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലുള്ള ഈ പരീക്ഷണ ഘട്ടത്തെ മറികടക്കണമെങ്കിൽ ഈശ്വര അനുഗ്രഹം നേടുക എന്നത് മാത്രമാണ് ഏകമായ പോംവഴി. സൽക്കർമ്മങ്ങളിൽ ഇടപെടുക, സാധുജന സേവ നടത്തുക, അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനെ നിരന്തരം ഭജിക്കുകയും കഴിയുമെങ്കിൽ ശ്രീകൃഷ്ണ അഷ്ടോത്തരം മുടക്കം കൂടാതെ എല്ലാ ദിനവും ജപിക്കുവാൻ കൂടി ശ്രമിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ രീതിയിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനധൈര്യത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും 2ാം പാദത്തിലേക്ക് വിജയകരമായി എത്തിച്ചേരുവാൻ കഴിയും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് അവിട്ടം നക്ഷത്ര ജാതരെ പറ്റിയാണ്.